എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ 2 പേർ കുറുവ സംഘമെന്നുറപ്പിച്ച് പോലീസ്. മോഷണത്തിനിടെ മോഷ്ടാവിന്റെ ദേഹത്ത് ടാറ്റൂ കണ്ടതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. ഇന്നലെ പിടിയിലായ സന്തോഷിന്റെ ദേഹത്തും ടാറ്റൂ കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥിരീകരണം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഈ പിടികൂടിയ ആളുകൾ കുറുവ സംഘത്തിന്റെ ആളുകൾ തന്നെയാണ് എന്നുള്ളതിൽ സ്ഥിരീകരണമായോ? ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട്. പോലീസിൽ ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിച്ചോ? അതിന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന കുണ്ടന്നൂർ പാലത്തിൽ, ഇതാ കാണുന്നതാണ് കുണ്ടന്നൂർ പാലം. ആ കുണ്ടന്നൂർ പാലത്തിൻ്റെ തൊട്ടു താഴെയാണ്. ഈ വഴിയായിരുന്നു, ഇവിടെയാണ് കുറുവാ സംഘങ്ങൾ താമസിച്ചിരുന്നത്. അവർ കൂട്ടമായി താമസിക്കുന്ന ആ വഴി ഒന്ന് ഇന്നലെ നമ്മളിതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചാണ്. ഇന്നലെ കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയും ഒപ്പം ഇന്നലെ കണ്ട പ്രേക്ഷകർക്ക് വേണ്ടിയും അതിലടങ്ങുന്ന നമ്മളുടെ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടിയും എല്ലാമാണ് ഒരിക്കൽ കൂടി ഇത് കാണിക്കുന്നത്. ഈ വഴിയൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെ ഇടുങ്ങിയ ഒരു വഴി, പ്രത്യേകിച്ചും ചെളിയും അഴുക്കും എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരിടത്തായിരുന്നു ഈ കുറുവാ സംഘം എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന സന്തോഷും ഒപ്പം തന്നെ അയാളുടെ കൂട്ടാളികളും താമസിച്ചിരുന്നത്. ഇവിടെ എല്ലാം ആകെ ചെളിയും അഴുക്കും നിറഞ്ഞിരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇവിടെയാണ്, ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ കൂട്ടമായ ആളുകൾ താമസിക്കുന്നുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരിടം കൂടിയാണിത്. ഇവിടേക്കാണ് ഇവർ നുഴഞ്ഞു കയറിയതെന്ന് പറയേണ്ടി വരും. അതിരാ, ഈ സ്ഥലം തന്നെ കാണാം. എന്തൊരു മോശം സാഹചര്യമാണ് ഇവിടെ. ഇവിടെയായിരുന്നു ഈ 2 പ്രതികളും, അല്ലെങ്കിൽ മണികണ്ഠൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ മണികണ്ഠന് ഈ കേസിൽ എന്താണ് അയാളുടെ പങ്ക് എന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെയായിരുന്നു ഇന്നലെ ഈ അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളാണ്. ഇവർക്കിടയിലേക്കാണ് ഇന്നലെ ആ 2 പേരും നുഴഞ്ഞു കയറിയിട്ടുള്ളത്. എവിടെയായിരുന്നു ചേട്ടാ താമസിച്ചിരുന്നത്? എവിടെയായിരുന്നു അവർ താമസിച്ചത്? എവിടെയായിരുന്നു? നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളാണോ? നമ്മളെ കൂട്ടത്തിലെ ആളല്ല. ആളല്ല, തമിഴ്ക്കാര്. അല്ല, അപ്പൊ നിങ്ങൾ ഇത് കണ്ടിരുന്നില്ലേ? നമ്മളെ മൈസൂർക്കാരാള്, നമ്മളെ മൈസൂർക്കാരാള് നമ്മളെ 20 കൊല്ലിಂದನೂ ഇവിടെ ಜೀವನ ಹಾಕು. ಮೀನ್ ಪಿಡ್ಕು ಅದೇ ಬಿಕ್ಕು ಅದೇ ಚೋರ್ಸಪಡು ಅತ್ರನೇಪ್ಪ. നമ്മുടെ കൂട്ടത്തിലെ ആളുകളൊന്നും അല്ലല്ലേ ചേട്ടാ? നമ്മുടെ കൂട്ടത്തിലെ ആളുകളൊന്നും അല്ലല്ലേ? ನಾವಿಲ್ಲ, ನಮ್ದು ಮೈಸೂರು. ಅವರು ಆ ಕಡೆಗಳು. വരാൻ നേരത്ത് നിങ്ങൾ ആരും ഒന്നും പറയില്ലേ? ಇಲ್ಲ, ನಾವು ಮೈಸೂರು, ನಮ್ಮ മലയാള പറയൂല, കന്നഡ. നിങ്ങൾക്ക് അറിയാനും പാടില്ലായിരുന്നല്ലേ ഇവരാരാണെന്ന്? ഇല്ല. അത് തന്നെയാണ് ആതിര നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ മത്സ്യത്തൊഴിലാളികൾ, പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന നിരവധി മനുഷ്യരാണ്. ആ മനുഷ്യർക്കിടയിലേക്കാണ് ഈ പറയുന്നത് പോലെ 2 പേർ നുഴഞ്ഞു കയറിയത്. അവർ ഇവിടെ ആ കൂട്ടത്തിൽ തന്നെ താമസിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ ഭാഗത്തായിരുന്നു. എവിടെയായിരുന്നു ചേട്ടാ താമസിച്ചേ? വരുമോ? ചേട്ടാ ഒന്ന് കാണിച്ചാ. അതായത് ഈ ആതിര ഇതൊന്നും എല്ലാം ഒന്ന് കാണേണ്ടതാണ്. കാരണം ഈ സാധാരണക്കാരായ മനുഷ്യർ, അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആ മനുഷ്യർ, അവരുടെ ഇടയിലേക്ക് ഇത്തരം കള്ളന്മാർ നുഴഞ്ഞു കയറുകയും എന്നിട്ട് അവിടെ നിന്ന് മോഷണം നടത്തി വേലയും തൊഴിലും എടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ പോലും അവരെ പോലും സംശയത്തിൻ്റെ നിഴലിലേക്ക് നിർത്തുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചത്. എവിടെയായിട്ടാ താമസിച്ചിരുന്നത്? ഇതിനകത്തല്ലേ? ഈ കാണുന്ന ഇതിനകത്ത് കുടില് കെട്ടിയാണ് താമസിച്ചിരുന്നത്. അതിൽ തന്നെ ആതിര, ഇതാണ് മോനെ, നിങ്ങളൊന്ന് കയറി കാണിച്ചു കൊടുക്കും. ഇത് കണ്ട ആതിര, ഇവിടെ കുഴിയെടുത്തിട്ടുണ്ട്. ഇവിടെ കുഴിയെടുത്ത് ഈ കുഴിക്കകത്താണ്. ഇതൊന്ന് മാറ്റി ഈ കുഴിക്കകത്തായിരുന്നു. ആ തർപ്പോള ഒന്ന് മാറ്റിക്കുന്ന തർപ്പോള. ഈ കുഴിക്കകത്തായിരുന്നു ഇവർ കയറി കിടന്നിരുന്നത്. ഇവിടെ കുഴിയെടുത്തിട്ട് ഇങ്ങനെ കയറി കിടക്കുകയാണ്. അതായത് പോലീസ് കണ്ടെത്താതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് കൊണ്ടായിരുന്നു ഈ പ്രതികൾ കടന്നിരുന്നത്. അല്ലെങ്കിൽ ഇവിടെയായിരുന്നു ഉറങ്ങിയിരുന്നത്, അല്ലേ ചേച്ചി? ഇവിടെയാണ് കിടന്നത്. ഞമ്മക്കറിയില്ല ഇവര് ഏതേത് നാട്ടുകാർ ഇവിടെ വരും. നമ്മൾ ഇവര് ചോദിച്ചാൽ ഞങ്ങളെ മേലെ വരൂ വഴക്കിന്. ഇവര് നമ്മളിവിടെ താമസിക്കണ്ട, നമ്മള് കുറെ വർഷങ്ങളായി ഇവിടെ വരുന്നെന്ന് പറഞ്ഞാലും അവര് കേൾക്കത്തില്ല. അവര് പെട്ടെന്ന് വന്നിട്ട് ഇവര് എന്ത് ചെയ്യൂ, പെട്ടെന്ന് അവര് അവിടെ നിന്ന് നമ്മളോട് നിങ്ങളെ പാളമാണോ, നിന്റെ അച്ഛൻ കെട്ടിവെച്ചതാണോ, അങ്ങനെ കെട്ടിവെച്ചതാണോ, ഇങ്ങനെ കെട്ടിവെച്ചതാണോ അവരോട് ചോദിക്കും.
നമ്മളോട് ചീത്ത പറയും ഭയങ്കരമായിട്ട്. ഞങ്ങൾ പറയും ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾ ഈ കേരളക്കാരാണ്, ഞങ്ങൾ കേരള ജില്ലക്കാരാണ്, നിങ്ങൾ എന്താ എവിടെന്നാ വരുന്നതെന്നല്ലേ ചോദിച്ചാൽ ഞങ്ങളോട് ഒരു തർക്കം വരും. നമുക്ക് ചീത്ത അത് തന്നെയാണ് അതായത് ആളുകൾക്കൊന്നും ഇവർക്ക് പോലും എതിർക്കാൻ പറ്റാത്ത. പിന്നീട് ഇവിടെ നിന്നും അതിരാ ആളുകൾ കുളിച്ചോണ്ടിരിക്കും. ഇവിടെ നിന്നും കാണുന്ന തൊട്ടടുത്തുള്ള സഹിൻ, ഇവര് കുറെ നാളുകളായി ഇവിടെ തന്നെ താമസിക്കുന്നു എന്നുള്ളതാണോ? ഈ അടുത്ത കാലത്തെങ്ങാനും ഇവിടെ വന്നു എന്നുള്ളതാണോ? അതിന് നാളുകളായി താമസിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഈ പറയുന്ന മനുഷ്യർക്കൊന്നും എതിർക്കാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം സാധുക്കളായ ഇവിടെ മത്സ്യബന്ധനത്തിന് വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെതിർത്താൽ സ്വാഭാവികമായും ഇവരെ മർദ്ദിക്കും. അല്ലെങ്കിൽ ഇവരുടെ ഇടയിലും സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളടക്കമുള്ളവർ ആ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അല്ല ചേട്ടാ, അങ്ങനെയായിരുന്നു, എതിർക്കാൻ പറ്റില്ലായിരുന്നല്ലേ? ഇല്ല, അവരിവിടെ വന്നിട്ട് ഞങ്ങളായിട്ട് ബന്ധമില്ല, ഞങ്ങൾ സംസാരിച്ചൊന്നുമില്ല. പിന്നെ അവര് തമിഴ്നാട്ടുകാരാണെന്നാ പറഞ്ഞത്. പക്ഷെ അവര് അവിടെ പാർക്കിന്റെ അവിടെ താമസിച്ചത്. പക്ഷെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് പായിപ്പിച്ചതാ. അപ്പൊ അവര് നേരെ വന്നത് ഇവിടത്തേക്ക്. നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഇല്ല, കേൾക്കില്ല. ഞങ്ങൾ പറഞ്ഞു ഇവരെന്ത് നിൽക്കുന്ന ഷെഡൊക്കെ കെട്ടിയിട്ടൊക്കെ താമസിക്കുന്നത്, അപ്പൊ ഇങ്ങോട്ട് വേണ്ട, നിങ്ങളെ പാട് നിങ്ങൾ നാട്ടിലേക്ക് പോടുന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ അവർ പറയുന്നത് നിങ്ങൾ പാലാണോ, നിങ്ങൾ കെട്ടിവെച്ചതാണോ, അങ്ങനെ പറഞ്ഞ് ഞങ്ങളായിട്ട് വഴക്കുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ഞങ്ങളൊന്നും ഉണ്ടില്ല. അത് തന്നെയാണ് ഈ സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ എതിർക്കുന്നതിനൊരു പരിധിയുണ്ട്. അവർക്ക് ആ പരിധി വിട്ട് എതിർക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നടക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യരെ, ഈ കുട്ടികളും അപ്പം തന്നെ സ്ത്രീകളും അടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യർ ഇവിടെ എതിർത്താലും അവർക്ക് ഈ കള്ളന്മാർക്ക് ഇവിടെ കഴിയാൻ സാധിച്ചിരുന്നത്. 2 പേർ, ഒന്ന് സന്തോഷ്, ഒപ്പം തന്നെ സന്തോഷ് സെൽവനും മറ്റൊന്ന് മണികണ്ഠനുമായിരുന്നു. ഈ 2 പേരും കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. മുൻപ് മോഷണം നടത്തിയപ്പോൾ ഇവരുടെ ശരീരത്തിൽ ടാറ്റു കണ്ടതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഏറെക്കുറെ ഇക്കാര്യം ഉറപ്പിക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആളുകൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയ 2 കള്ളന്മാരായിരുന്നു ഇവരെ കുറിച്ച് കൃത്യമായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇന്നലെ പോലീസിന്റെ പിടിയിലാകുന്ന സമയത്ത് 2 സ്ത്രീകൾ എതിർക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സ്ത്രീകൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷമാണ് അയാൾ നഗ്നനായി, കൈവിലങ്ങുണ്ടായിരുന്നു, ഓടി രക്ഷപ്പെട്ടത്. ഈ കാട്ടിലേക്ക് 4 മണിക്കൂറോളം ഈ കാടിനകത്ത് തന്നെ താമസിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസിന്റെ പിടിയിലാകുകയും ചെയ്തു. ആതിര, ശരി, എന്തായാലും കുണ്ടന്നൂരിൽ നിന്നാണ് ഇപ്പോൾ 2 പേരെ പിടിച്ചിരിക്കുന്നത് പോലീസ്. അവർ കുറുവാ സംഘം എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളൊക്കെ ഇനി അറസ്റ്റിലാവാനുണ്ടാകുമായിരിക്കാം. സംഘത്തിൽ എത്ര പേരുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടതുണ്ട്. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.